ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിലെ ടോപ്പിക്കുകളാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബേസിക് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ്, പിന്നെ എന്താണ് മോഡുലേഷൻ, പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ടോപ്പിക്സുകളാണ് കവർ ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് AM, പ്രിൻസിപ്പിൾ ഓഫ് FM. അപ്പം നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് നോക്കാം. ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പർപ്പസ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ പർപ്പസ് എന്തായിരിക്കും? ഒരു സിസ്റ്റത്തിൽ കൂടെ നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സിഗ്നൽസ് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് പാസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഒന്നെങ്കിൽ വയേർഡ് ആയിട്ടോ വയർലെസ് ആയിട്ടോ 2 പോയിന്റ്സിലേക്ക്, ദൂരെയുള്ള 2 പോയിന്റ്സുകൾ തമ്മിൽ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. ഒന്നെങ്കിൽ അത് വയേർഡ് ആകാം അല്ലെങ്കിൽ വയർലെസ് ആകാം. ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വോയിസ് സിഗ്നൽ ആകാം, അല്ലെങ്കിൽ ഇമെയിൽ ആകാം, അല്ലെങ്കിൽ ഈവൻ ടെലിവിഷൻ സിഗ്നൽസ് വരെ ആകാം. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കാണിച്ചിരിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പാസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ പോലെ സ്പീച്ച് ആകാം, മ്യൂസിക് ആകാം, ഡേറ്റ ആകാം, വിഷ്വൽ ഇൻഫർമേഷൻ ആകാം, ഇല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് സിഗ്നൽസ് ആകാം. ഈ മെസ്സേജസ് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്ററിലേക്ക് പാസ് ചെയ്ത് വരും. ട്രാൻസ്മിറ്ററിലേക്ക് പാസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ അവിടെ എന്താ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആൻഡ് സർക്യൂട്ട്. അതായത് ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് വരുന്ന ഇൻഫർമേഷനെ നമുക്ക് എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യേണ്ടത്? ട്രാൻസ്മിഷൻ ചാനലിലേക്കാണ് പാസ് ചെയ്യേണ്ടത്. ഈ ട്രാൻസ്മിഷൻ ചാനലിലേക്ക് നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ട്രാൻസ്മിറ്റർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ ഇതിലേക്ക്, ഈ ട്രാൻസ്മിഷൻ ചാനലിലേക്ക് പാസ് ചെയ്യാൻ പാകത്തില് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മോഡുലേഷനും കോഡിങ്ങും ഒക്കെ പെർഫോം ചെയ്യുന്നത് ഇവിടെ ട്രാൻസ്മിറ്റർ ആയിരിക്കും. ഈ നമുക്കുള്ള ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റർ വഴിയായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ ചാനലിലേക്ക് എത്തുന്നു. ഇവിടെയാണ് ട്രാൻസ്മിറ്ററിലാണ് മോഡുലേഷനും കോഡിങ്ങും ഒക്കെ സംഭവിക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ ചാനലിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മേ ബി അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസസ് കയറി വരാം. ഈ ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒന്ന് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വയർസ് ആകാം, കോയാക്സിൽ കേബിൾസ് ആകാം, മേ ബി വയർലെസ് ആകാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാകാം. ഓക്കെ, ഇതിൽ കൂടെ പാസ് ചെയ്ത ഇൻഫർമേഷൻ റിസീവറിൽ എത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? മേ ബി ഇതിന് ട്രാൻസ്മിഷൻ ലോസോ ആറ്റുനേഷനോ ഒക്കെ സംഭവിച്ചിട്ട് കാണും. റിസീവർ എന്താ ചെയ്യുക? ഇവിടുന്ന് കിട്ടിയ ഈ ഇൻഫർമേഷനെ എന്ത് ചെയ്യും? ഡിമോഡുലേറ്റ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു സോഴ്സ് ഉണ്ടാവും, ആ സോഴ്സ് ട്രാൻസ്മിറ്ററിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ ചാനലിൽ കൂടെ പാസ് ചെയ്ത് റിസീവറിൽ എത്തുമ്പോൾ അതിന് വീണ്ടും ഡിമോഡുലേഷനും ഡീകോഡിങ്ങും ഒക്കെ സംഭവിച്ച് ഒറിജിനൽ നമുക്ക് വേണ്ടത് എങ്ങനെയാണോ കൺവേർട്ട് ചെയ്ത് ഒറിജിനൽ ഇൻഫർമേഷൻ ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി സ്ലൈഡിൽ. ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു മോഡുലേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് മോഡുലേഷൻ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് മോഡുലേഷൻ തൊട്ടാണ്. മോഡുലേഷൻ ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ സിഗ്നലിന് ചാനലിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് മോഡുലേഷൻ സംഭവിക്കുന്നു. എന്തിനാണ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിപ്പോ ഒരു കൺസിഡർ ചെയ്യുന്നത് ഒരു വോയിസ് സിഗ്നൽ ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്പീച്ച് സിഗ്നൽ അല്ലെ ഹ്യൂമൻ വോയിസ് സിഗ്നൽ കൺസിഡർ ചെയ്യാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 3 കിലോഹെർട്സ് ആണെന്ന് കരുതിക്കോ. നമുക്കറിയാം എൻറ്റയർ ഓഡിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സ് ടു 20 കിലോഹെർട്സ് ആണ്.
അപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 3 കിലോ ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. അതായത് ഞാൻ സംസാരിക്കുന്ന എന്റെ മെസ്സേജ്, എന്റെ വോയിസ് എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ ആണ്. അതൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ എനിക്കത് ഫാർ ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്ത് എത്തുക എന്ന് പറയുന്നത് എന്താണ്? ചലഞ്ചസ് ആണ്. കുറച്ചേറെ ചലഞ്ചസ് അതിൽ വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിതിനെ കുറച്ചേറെ ദൂര ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്ത് അയക്കണമെങ്കിൽ ഈ ബേസ് ബാൻഡ് സിഗ്നലിനെ അഥവാ നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ പറയുന്ന ബേസ് ബാൻഡ് സിഗ്നൽ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള പീരിയോഡിക് ആയിട്ടുള്ള ഒരു സിഗ്നലുമായിട്ട് ക്ലിപ്പ് ചെയ്യും. ഒരു മെസ്സേജ് സിഗ്നൽ അഥവാ നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ, ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ പറയുന്ന പേരാണ് കരിയർ സിഗ്നൽ എന്ന്. മെസ്സേജ് സിഗ്നലിന്റെ കൂടെ കരിയർ സിഗ്നലിനും കൂടെ ആഡ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യിക്കും. അങ്ങനെ വരുന്ന ആ സിഗ്നലിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താ മോഡുലേഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മള് ഇവിടെ എറണാകുളത്ത് നിന്ന് നമുക്ക് തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്യണം. തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ട്രാവൽ ചെയ്യണമെങ്കിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് റോഡ് മാർഗം കാർ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ട്രെയിനിന് പോകാം, അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ? വേണമെങ്കിൽ നടന്നു വരെ പോകാം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നടന്നു പോവുക എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ എടുക്കുക എന്നുണ്ടെങ്കിൽ എന്താണ്? ഞാൻ എന്ന് പറയുന്ന ആള് വീക്ക് ആയിട്ടുള്ളത്, എന്റെ മെസ്സേജ് സിഗ്നൽ ആയിട്ട് എന്നെ കൺസിഡർ ചെയ്യുക. ഞാൻ എന്ന് പറയുന്ന ആള് മെസ്സേജ് സിഗ്നൽ ആണ്, ആള് വീക്കാണ്. ആ ആൾക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് ഇത്രയും ദൂരെ തിരുവനന്തപുരം വരെ എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ബുദ്ധിമുട്ടാകുമ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ കാറിൽ കയറാം. നടന്നു പോവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ കാറിൽ കയറാം. കാറിൽ കയറുക എന്ന് പറയുന്നത് എന്റെ കരിയർ സിഗ്നൽ ആണ്. ഈ കരിയർ സിഗ്നലിനുള്ളിലേക്ക് ഞാൻ കയറുകയാണ്, അല്ലെ ട്രെയിനിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ എന്താണ്? എനിക്ക് നടന്നു പോകുന്നതിന് സ്പീഡില് യാതൊരുവിധ ക്ഷീണം ഒന്നും കൂടാതെ എനിക്ക് ട്രിവാൻഡ്രത്ത് എത്തിച്ചേരാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സിഗ്നലിന് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതില് കരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടിയിൽ ഇപ്പൊ എനിക്ക് സ്പീഡിൽ പോകണമെങ്കിൽ എന്താ ചെയ്യുക? കാരണം സ്പീഡില് വേരിയേഷൻസ് വരും. അങ്ങനെ കരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ സിഗ്നലില് എങ്ങനെ മെസ്സേജ് സിഗ്നലിന്റെ ആവശ്യം അനുസരിച്ച് കരിയർ സിഗ്നലിൽ ഒരു സിഗ്നലിന് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. ഈ 3 പ്രോപ്പർട്ടീസിൽ എന്തിനാണോ മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഒരു മെസ്സേജ് സിഗ്നലിന്റെ കരിയർ സിഗ്നലിന്റെ ബേസിസിൽ കരിയർ സിഗ്നലിന്റെ ബേസിക് പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരുത്തി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ആർക്കെങ്കിലും മോഡുലേഷൻ എന്താന്ന് ക്ലിയർ ആകത്തുണ്ടോ? എന്താണ് സിഗ്നലിൽ വരുന്ന മോഡുലേഷൻ എന്ന് പറയുന്നത്? ക്ലിയർ ആയോ മോഡുലേഷൻ എന്ന് പറയുന്നത്? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സിഗ്നലിന് മോഡുലേഷൻ വരുത്തി. അപ്പൊ ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ സിഗ്നൽ എന്താണ്? നമ്മൾ പാസ് ചെയ്യുന്നതനുസരിച്ച് ട്രാൻസ്മിറ്ററിലേക്ക് എത്തി, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എന്താ ചെയ്യുക? മോഡുലേഷൻ അല്ലെങ്കിൽ കോഡിങ് ചെയ്യുന്നു. ഇവിടെ ഞാൻ മോഡുലേഷൻ എന്താന്ന് പറഞ്ഞു. ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താ? ഞാൻ ആദ്യം പറഞ്ഞു കരിയർ സിഗ്നലിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു സിഗ്നലിന്റെ പ്രോപ്പർട്ടി ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ഫ്രീക്വൻസി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് മോഡുലേഷനിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. പാസ് ചെയ്യുന്ന സിഗ്നൽ അനലോഗ് ആണെന്നുണ്ടെങ്കിൽ അനലോഗ് മോഡുലേഷനും, ഇനി പാസ് ചെയ്യുന്ന സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മോഡുലേഷനും. നമുക്കിപ്പം ഡിജിറ്റൽ മോഡുലേഷൻ നോക്കണ്ട, നമുക്ക് പഠിക്കാനുള്ളത് അനലോഗ് മോഡുലേഷനും അതിന്റെ ക്ലാസിഫിക്കേഷനിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ആണ് നോക്കാനുള്ളത്. ഓക്കെ, അനലോഗ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡിനെ ബേസിസ് ചെയ്താണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും ഫ്രീക്വൻസി ബേസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനും. ഇതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന്. മോഡുലേഷൻ സമയത്ത് പറഞ്ഞിരുന്നു എങ്ങനെയാണ്. ഹലോ, അനലോഗ് എന്താണെന്ന് പറയോ? അനലോഗ്. ഓക്കെ, അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിഗ്നൽസ്, അതായത് ഒരു സൈൻ വേവ് പോവുകയല്ലേ, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിഗ്നൽസിനെയാണ് അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഡിജിറ്റൽ സിഗ്നൽസ് ഉണ്ടല്ലോ, 0 1 0 1 എന്ന് പറഞ്ഞ് പോകുന്ന സിഗ്നൽസ്, അതാണ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അനലോഗ് സിഗ്നൽസിന് വരുന്ന മോഡുലേഷൻ ആണ് അനലോഗ് മോഡുലേഷനിൽ വരുന്നത്. ഡിജിറ്റൽ സിഗ്നൽസിന് വരുന്ന മോഡുലേഷൻ ആണ് ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ അനലോഗ് മോഡുലേഷൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിഗ്നൽസിന് ഉണ്ടാകുന്ന മോഡുലേഷൻ, അതായത് നിങ്ങൾ സൈൻ വേവിനെ കൺസിഡർ ചെയ്താൽ മതി. ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് സീറോസ് വൺസ് പോകുന്ന പൾസസ് പോലെ പോകുന്നുണ്ടല്ലോ, ആ മോഡുലേഷൻ ആണ് ഡിജിറ്റൽ മോഡുലേഷൻ വരിക. അനലോഗ് മോഡുലേഷനിൽ ഒരു സിഗ്നലിന് ബേസിക് ആയിട്ട് 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്: ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. അപ്പൊ ആദ്യത്തെ മോഡുലേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ആണ്. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഡെഫിനിഷൻ പറയുന്നത് എന്താ? എയിം ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് carrier signal with respect to the modulating signal where the frequency is constant. ഓക്കെ, ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഡയഗ്രാം. നോക്കിക്കേ, ഒരു സിഗ്നൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അനലോഗ് സിഗ്നൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ അനലോഗ് സിഗ്നൽ ആണ് എന്റെ മെസ്സേജ് സിഗ്നൽ. ഞാൻ പറഞ്ഞു മെസ്സേജ് സിഗ്നൽ അഥവാ ബേസ് ബാൻഡ് സിഗ്നൽ. മെസ്സേജ് സിഗ്നൽ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ എന്നാണ്. ഈ മെസ്സേജ് സിഗ്നലിന് എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്? ഇതെന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്ന എന്റെ കരിയർ സിഗ്നൽ. നോക്കിക്കേ, ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ട്, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് AM എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അടുത്തത് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കരിയർ സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് എന്റെ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് AC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, AC മാർക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ തൊട്ട് ഇവിടെ വരെ AC മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കരിയർ സിഗ്നലിന്റെയും മെസ്സേജ് സിഗ്നലിന്റെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സിഗ്നലും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ എങ്ങനെ വരുമെന്ന ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്, എവിടെ ചേഞ്ചസ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് വരിക. എന്തിന് റെസ്പെക്ട് ആയിട്ട്? നമ്മുടെ മെസ്സേജ് സിഗ്നലിന് റെസ്പെക്ട് ആയിട്ട് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ചസ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ഈ രണ്ട് സിഗ്നൽസും തമ്മിൽ മോഡുലേഷൻ നടക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ ബ്ലൂ ലൈൻ പോകുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആയ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. ഈ പോകുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ പോകുന്നു, പക്ഷേ ഇവിടെ എന്താണ്? കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ചസ് വരുന്നത്. ഞാൻ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളും അങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആയിട്ട് എടുത്ത് പറയാം. നോക്കേ, ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയേ, ഞാന് ഫസ്റ്റ് മെസ്സേജ് സിഗ്നലിന്റെയും കരിയർ സിഗ്നലിന്റെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഈ ഡോട്ടഡ് ലൈന് ഇത്ര ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു വേവിലാണ് പോകുന്നത്. ഈ ഒരു വേവില് ഇവിടെ എന്താണ്? ഫ്രീക്വൻസിക്ക് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ഫ്രീക്വൻസി അതേപടി എത്രത്തോളം നമ്പേഴ്സ് ഓഫ് വേവ് പോകുന്നുണ്ടോ അത് അതേപടി പോകുന്നു, കാണിച്ചിരിക്കുന്നു. ആംപ്ലിറ്റ്യൂഡ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മെസ്സേജ് സിഗ്നലിന്റെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ചേഞ്ച് വരുന്നത് കരിയർ സിഗ്നലിന്റെ ഇതിലാണ് ചേഞ്ച് വരുന്നത്. വരച്ചു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും നോക്കിക്കേ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ നോക്കിക്കേ, പോസിറ്റീവ് കഴിഞ്ഞു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മിനിമം ആയി മാറുകയല്ലേ ചെയ്തേ. ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? നെഗറ്റീവ് സൈക്കിൾ വന്നപ്പോഴത്തേന് നോക്കിക്കേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ച് നെഗറ്റീവ് ആയപ്പോഴത്തേന് മിനിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്തായി? ഹൈറ്റ്. ഓർത്താ മതി, അറിയത്തില്ലാത്തവർ ഓർത്താ മതി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ്, സിഗ്നലിന്റെ ഹൈറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഹൈറ്റിലേക്കല്ല പോയിരിക്കുന്നത്. ഇവിടെ എന്താണ്? നെഗറ്റീവ് ആയപ്പോഴത്തേന് എന്തായി? രണ്ട് സൈഡിലും കുറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയപ്പോ എന്തായി? വീണ്ടും ഹൈ ആയി. വീണ്ടും നെഗറ്റീവ് ആയപ്പോ എന്തായി? കുറഞ്ഞു വന്നു. എൻവലപ്പ് എങ്ങനെയാണ്? മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ എൻവലപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും ഒരു സിഗ്നലിന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരിക. AM-ഉം AC-യും കൂടെ ആഡ് ചെയ്തായിരിക്കും ഈ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെയും അഥവാ ബേസ് സിഗ്നലിന്റെയും കരിയർ സിഗ്നലിന്റെയും ആംപ്ലിറ്റ്യൂഡുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും മിനിമം ആംപ്ലിറ്റ്യൂഡ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലായിരിക്കും മിനിമം ആംപ്ലിറ്റ്യൂഡ് വരിക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലായിരിക്കും അതിന്റെ പീക്കിലായിരിക്കും ഹയസ്റ്റ് അഥവാ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരിക. ക്ലിയർ ആയോ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ക്ലിയർ ആയോ? എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വരുന്നത് എന്നുള്ളത് ഈ ഡയഗ്രത്തിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ വരയ്ക്കുന്ന പോലെ ഒന്ന് കൺസിഡർ ചെയ്തേ. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്റെ മെസ്സേജ് സിഗ്നൽ തന്നിട്ടുണ്ട്.
ടൈം, ആംപ്ലിറ്റ്യൂഡ്. എക്സ് വൈ ഡയറക്ഷനിലെ ആംപ്ലിറ്റ്യൂഡും ടൈമും ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സിഗ്നൽ പോവുകയാണ്. ഇത് ഞാൻ കൺസിഡർ ചെയ്ത ഹൈ ഫ്രീക്വൻസി. നമ്മൾ ആദ്യം പറഞ്ഞു എന്റെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ എനിക്ക് ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യിക്കണമെങ്കിൽ ഞാൻ ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് ക്ലബ് ചെയ്യുന്നു. ക്ലബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. മോഡുലേഷൻ ടെക്നിക്കിൽ ഒരു മോഡുലേഷൻ ടെക്നിക്കാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത് കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തുന്നു. എങ്ങനെ? മെസ്സേജ് സിഗ്നലിന് റെസ്പെക്റ്റീവ് ആയിട്ട്. ഇവിടെ എങ്ങനെയാണ്? ഈ മെസ്സേജ് സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ്? ഓക്കെ, ഹൈലാകും. അതേ സമയത്ത് ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് ആയപ്പോഴത്തേന് എന്താവും? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവും? ഷോർട്ട് ആവും, കുറഞ്ഞു മിനിമത്തിലേക്ക് വന്നു. അതിനുശേഷം ഹൈ ആകുമ്പോൾ എന്താ? മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആ രീതിയിൽ തന്നെ പോകുന്നു. ഇവിടെ വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കരിയർ ഫ്രീക്വൻസിയുടെ എന്താവും? കുറയുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? VM, PC, VAM. മെസ്സേജ് സിഗ്നൽ, കരിയർ സിഗ്നൽ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. ക്ലിയർ ആയോ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഡയഗ്രാം കറക്റ്റ് ആയിട്ട് നോക്ക്. മോഡുലേറ്റഡ് ആയത് മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ പോകുന്നത് മുകളിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. കരിയർ ഫ്രീക്വൻസി അതിനുള്ളിലേക്ക് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് മെസ്സേജ് സിഗ്നലിന് റെസ്പെക്റ്റീവ് ആയിട്ടാണ്. അതിന്റെ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡുലേഷൻ ഇൻഡെക്സ് എന്താന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആയതുകൊണ്ട് നമുക്ക് ഡെറിവേഷൻസ് ഫുൾ ആയിട്ട് A to Z പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് അത് വെച്ചിട്ട് പ്രോബ്ലംസും ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞു എന്താ, കരിയർ സിഗ്നൽ ഉണ്ട്, മോഡുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഉണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കരിയർ സിഗ്നലിന്റെ വോൾട്ടേജ്, ഇത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ VM ഡിവൈഡഡ് ബൈ BC എന്ന് പറയുന്നതാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നലിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ആണ് VM ഡിവൈഡഡ് ബൈ BC. ഈ VM ഡിവൈഡഡ് BC എന്ന് പറയുന്നത് എപ്പോഴും മോഡുലേഷൻ ഇൻഡെക്സ് 0ക്കും 1നും ഇടയ്ക്കായിട്ടായിരിക്കും കാണുക. ഈ മോഡുലേഷൻ ഇൻഡെക്സിന്റെ മറ്റു പേരുകളാണ് മോഡുലേഷൻ ഫാക്ടർ, മോഡുലേഷൻ കോഎഫിഷ്യന്റ്, ഡിഗ്രി ഓഫ് മോഡുലേഷൻ. ഇങ്ങനെ പേരുകൾ കണ്ടാല് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചേ, മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിട്ട് ഓർത്തിരിക്കുക. VM ഡിവൈഡഡ് ബൈ BC, മെസ്സേജ് സിഗ്നൽ ഡിവൈഡഡ് ബൈ കരിയർ സിഗ്നൽ ഓർത്താൽ മതി. മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ലോ സിഗ്നൽ ആണ്. ലോ സിഗ്നൽ ഡിവൈഡഡ് ബൈ കരിയർ സിഗ്നൽ ആകുമ്പോൾ ഹൈ സിഗ്നൽ ഓർത്താൽ മതി. അപ്പൊ അതുകൊണ്ടാണ് 0ക്കും 1നുള്ളിലേ നിൽക്കുകയുള്ളൂ. എങ്ങനെ ഡിവൈഡ് ചെയ്താലും 0ക്കും 1നും ഇടയ്ക്കേ നിൽക്കുകയുള്ളൂ. ഓക്കെ, മോഡുലേഷൻ ഫാക്ടർ അഥവാ മോഡുലേഷൻ കോഎഫിഷ്യന്റ്, ഡിഗ്രി ഓഫ് മോഡുലേഷൻ. സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ക്ലാസ് എടുക്കുന്നതിൽ സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ പറയുക, സ്ലോ ആക്കാം. ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഗിവൺ AM വേവ് ഈസ് 5 volt and the message signal amplitude is 3 volt. Find the modulation index. എന്താ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ? M is equal to VM ഡിവൈഡഡ് ബൈ BC. VM എത്രയാണ്? മെസ്സേജ് സിഗ്നലിന്റെ തന്നിട്ടുണ്ടല്ലോ, 3 volt എന്ന് തന്നിട്ടുണ്ട്. മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് 3 volt, PM തന്നിട്ടുണ്ട്. അടുത്തത് കരിയർ സിഗ്നലിന്റെ തന്നിട്ടുണ്ടല്ലോ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഗിവൺ AM വേവ് ഈസ് 5 volt എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 5 എത്രയാകും? അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത് നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ആൻഡ് പെർസെന്റേജ് ഓഫ് ദ മോഡുലേഷൻ if the instantaneous voltage of modulation signal and carrier are 40 sin omega t plus 50 sin omega c t. ഓക്കെ, ഇവിടെ നോക്കിക്കേ. M എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? നമ്മളിപ്പോ ഒരു സൈൻ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു. M റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? മെസ്സേജ് സിഗ്നൽ. C റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും?
കാരിയർ സിഗ്നൽ. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതിന്റെയൊക്കെ മോഡുലേഷൻസ് തന്നിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് മെസ്സേജ് സിഗ്നലിന്റെ ഉണ്ടല്ലോ, വി എം കിട്ടിയല്ലോ. വി എം എത്രയാണ്? 40. ഓക്കെ, 50 ഏതിന്റെയാണ്? കാരിയർ സിഗ്നലിന്റെ. എം എന്ന് പറഞ്ഞ ഇക്വേഷൻ മോഡുലേഷൻ ഇൻഡെക്സ് ഈസിക്കൽ ടു വി എം ഡിവൈഡഡ് ബൈ വി സി ഈസിക്കൽ ടു 40 ഡിവൈഡ് ബൈ 50.8. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ഉണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് കൂടാതെ പെർസെന്റേജ് ഓഫ് ദ മോഡുലേഷൻ ചോദിച്ചിട്ടുണ്ട്. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ അറിയാലോ, ഇൻറ്റു 100 ചെയ്യുമ്പോൾ 80%. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നോക്കിക്കേ, ഇപ്പൊ നിങ്ങൾ ഈ ആൻസർ കിട്ടിയതിൽ തന്നെ 0.8 0ക്കും 1നും ഇടയ്ക്കല്ലേ എം നിൽക്കുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ആൻസർ കിട്ടുമ്പോൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ മോഡുലേഷൻ ഇൻഡെക്സ് 0ക്കും 1നും ഇടയ്ക്കാണോ നിൽക്കുന്നത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ഏതിന്റെ, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് 40 50 മാത്രമേ തന്നിട്ടുള്ളൂ, സൈൻ വേവിന്റെ ഇതിലൂടെ ടേംസിലും അല്ല തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ ഓർക്കുക. മെസ്സേജ് സിഗ്നൽ എപ്പോഴും ലോ സിഗ്നൽ ആയിരിക്കും, കാരിയർ സിഗ്നൽ ഹൈ ആയിരിക്കും. അപ്പൊ ലോ വാല്യൂ ഏതാണോ ഉള്ളത് അത് മെസ്സേജ് സിഗ്നൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഹൈ സിഗ്നൽ ഏതാണോ തന്നിരിക്കുന്നത് അതായിരിക്കും എന്ത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഹൈ ആയിരിക്കും കാരിയർ സിഗ്നൽ. ക്ലിയർ ആയോ? പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് എന്താണ്, ഈ രണ്ട് ടേംസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് എ എമ്മിന്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഇത് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷൻ ആണ് എ എം മോഡുലേഷൻ. നമ്മള് ഇപ്പൊ പറഞ്ഞു സിഗ്നൽ എപ്പോഴും ഹൈ ആയിട്ട് വയ്ക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ മെസ്സേജ് സിഗ്നൽ ലോ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ അല്ലേ കൺസിഡർ ചെയ്യുന്ന കരിയർ സിഗ്നൽ ആയിട്ട്. മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിന് ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലും കൂടെ ആഡ് ചെയ്യുന്നോട്ടാണ് മോഡുലേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കുമല്ലോ കരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെസ്സേജ് സിഗ്നൽ എപ്പോഴും ലോ സിഗ്നൽ ആയിരിക്കും. ആ ലോ സിഗ്നലിന് തനിയെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ കൂടെ ആഡ് ചെയ്ത് വിടുന്നത്. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് മെസ്സേജ് സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതായത് ഈ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തിയിട്ട് മെസ്സേജ് സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ വിടുന്നു. അടുത്ത ഫ്രീക്വൻസി ആകുമ്പോൾ കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുത്തുക. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മെസ്സേജ് പിന്നെ യൂണിറ്റ്സ് ഇപ്പം വോൾട്ടല്ലേ യൂസ് ചെയ്തത്, അതായിരുന്നു ഡൗട്ട്. ഏതാ? അല്ല, യൂണിറ്റ്സ് ഇപ്പൊ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലത്തിൽ വോൾട്ട് ആയിരുന്നു. അത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വിയും ഇ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇ ലെറ്റർ ഇ. ചില ടെസ്റ്റുകളിൽ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇ ആയിരിക്കും കാണുക, ഇ എം എന്നായിരിക്കും കാണുക. അതായത് സെക്കൻഡ്, ഇപ്പൊ ഇവിടെ ഇതുണ്ടോ, ഇ വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇ സി പ്ലസ് ഇ എം അല്ലേ. അതായത് ഇതിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടെ ഇത് വി എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡിനെ തന്നെയല്ലേ റെപ്രസെന്റ് ചെയ്തത്. മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിനെ വി എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. രണ്ടു തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് രണ്ടും ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പ്രോബ്ലത്തിൽ ആംഗിൾ ആയിരുന്നു. എവിടെ? സെക്കൻഡ് പ്രോബ്ലത്തില് വി എമ്മും വി സി വെച്ച് തന്നെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സൈൻ ഒമേഗ, അതായത് നമുക്കിപ്പം കണ്ടല്ലോ ഒരു സിഗ്നൽ പോകുമ്പോൾ ആ സിഗ്നലിൽ നമുക്ക് സൈൻ ഒമേഗ ടി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാലോ. ഇപ്പൊ നേരത്തെ ഞാൻ അതിന്റെ വാല്യൂ മാത്രം ഇട്ടിട്ടാണ് തന്നത്. ആദ്യത്തെ പ്രോബ്ലത്തില് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ജസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആംപ്ലിറ്റ്യൂഡ്. വോൾട്ട് നമ്മൾ ടൈമിലും എന്താ വോൾട്ടിലും എടുക്കുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 വോൾട്ട്, ഇവിടെ 5 വോൾട്ട്. കേട്ടില്ല? ഫേസ് ആംഗിൾ ആണ്. ഫേസ് ആംഗിൾ, ഫേസ് എവിടെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമ്മൾ അതിന്റെ മൊത്തത്തില്, അതായത് നമ്മൾ ഒരു സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഈസിക്കൽ ടു
EM sin omega t എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്തത്. നോക്കിക്കേ, ഇനി ഫൈനൽ എക്സ്പ്രഷൻ വരുമ്പോഴത്തേന്, അതായത് രണ്ട് സിഗ്നൽ, ഒരു സിഗ്നൽ എടുക്കുകയാണ്, മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഡെറിവേഷനിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ആ സിഗ്നൽ എടുക്കുന്നത് എന്താ, സൈൻ സിഗ്നൽ ആയിട്ടാണ്. ആ സൈൻ സിഗ്നലിനെ നമ്മൾ എടുക്കുന്നത് സൈൻ ഒമേഗ ടി, മെസ്സേജ് സിഗ്നലിനെ സൈൻ ഒമേഗ ടി, EM സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. കരിയർ സിഗ്നലിനെ എടുക്കുന്നത് EC സൈൻ ഒമേഗ സി ടി എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. ഈ ഒരു റെപ്രസെന്റേഷനിൽ ഇവിടെ എന്ത് വരും, EM വരും. EM എന്ന് പറയുന്ന അതിന്റെ എത്രയാണോ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്, ഇവിടെ EC വരും, കരിയർ ആയതുകൊണ്ട്. ആ രീതിയിൽ എടുത്തിട്ടാണ് നമ്മളൊരു സിഗ്നലിനെ ഡിറൈവ് ചെയ്ത് അതിന്റെ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തുന്നത്. നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നമുക്കിപ്പം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഓരോന്നും ഡെറിവേഷൻ ഫുൾ ആയിട്ട്, അത് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ യൂണിറ്റ്സ് കൺഫ്യൂസ് ആയത് കേട്ടില്ല, യൂണിറ്റ്സിന്റെ കാര്യത്തിലായിരുന്നു ഡൗട്ട്, അത്ര യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എ മോഡുലേഷന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വി സി കോസ് ഒമേഗ സി ടി പ്ലസ് എം വി സി ബൈ ടി കോസ് ഒമേഗ സി ബൈ ഒമേഗ ടി ഇൻറ്റു ടി എം വി സി ബൈ ടി കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ ടി ടി. കൺഫ്യൂഷൻ ആകണ്ട, പറഞ്ഞുതരാം. ഇനി ഡെറിവേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഷോർട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ലാസ്റ്റ് PPT ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് നോട്ട് അയക്കുന്ന കൂട്ടത്തിൽ അയച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകും. അത് നിങ്ങൾ ഫുൾ പഠിക്കണ്ട, എങ്ങനെയാ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഞാൻ അയച്ചു തരാം ഏതായാലും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ നമുക്കിപ്പോ പ്രോബ്ലംസ്, നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പ്രോബ്ലം മാത്രമാണ് ചോദിക്കുക. അപ്പൊ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ ടേംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെയാ എക്സ്പ്രഷൻ വന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, അതുകൊണ്ടാണ് എടുത്തു തരാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ VAM എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ AM, അതായത് വോൾട്ടേജ് എന്ന് വേണേ പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം VC കോസ് ഒമേഗ സി ടി എന്ന് പറയുന്നത് കരിയർ സിഗ്നലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്നത് അൺമോഡുലേറ്റഡ് ആയിട്ടുള്ള കരിയർ സിഗ്നലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മോഡുലേഷൻ ഇല്ലാത്ത നമ്മുടെ കരിയർ സിഗ്നലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. VC കോസ് ഒമേഗ സി ടി കരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡിനെയും അപ്പർ സൈഡ് ബാൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം വി സി ബൈ 2 കോസ് ഒമേഗ സി ബൈ ഒമേഗ എം ടിയും എം വി സി ബൈ എം എന്താന്നുള്ള അറിയാലോ, മോഡുലേഷൻ ഇൻഡെക്സ്. ഇവിടെ എം വി സി ബൈ 2 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ലോവർ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് എം വി സി ബൈ 2 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വി സി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, VC എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ എന്താ കരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കരിയർ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യണമല്ലോ. VC എന്ന് പറയുന്നത് ആ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ലോവർ സൈഡ് ബാൻഡിലുള്ള സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതായിരിക്കും എം വി സി ബൈ 2 എന്ന് പറയുന്നത്. ഇത് അപ്പർ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എം വി സി ബൈ 2, രണ്ടും എം വി സി ബൈ 2 ആയിരിക്കും. ഇത് പിന്നെ ഹൈ ആണോ, ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തില് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഫ്രീക്വൻസി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, വെർട്ടിക്കൽ ആക്സിസിൽ ആ സിഗ്നലുകളുടെ ആംപ്ലിറ്റ്യൂഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഏതിന്റെ ഫ്രീക്വൻസി അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, കരിയർ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, കരിയർ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി മാർക്ക് ചെയ്തു. അപ്പൊ അത് കഴിയുമ്പോൾ ലോവർ സൈഡ് ബാൻഡിന്റെ അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് ഈ മെസ്സേജ് സിഗ്നലിന്റെ അപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ കരിയർ ഫ്രീക്വൻസിയുടെ കൂടെ മെസ്സേജ് സിഗ്നലും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ ഫ്രീക്വൻസി FC പ്ലസ് FM എന്ന് എഴുതിയിരിക്കുന്നത്. മെസ്സേജ് സിഗ്നലിന്റെ എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ടോ അതും കൂടെ ആഡ് ചെയ്തതാണ് FC പ്ലസ് FM. ഇവിടെ FC മൈനസ് FM ഇതിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. കരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്നതായിരിക്കും ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ രണ്ട് സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്, എം
വി സി ബൈ ടു. ഇക്വേഷനിൽ തന്നെ ഉണ്ട് എം വി സി ബൈ ടു. അപ്പൊ നമ്മളെല്ലാം റെപ്രസെന്റ് ചെയ്തല്ലോ. കരിയർ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്തു. അതിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. യു എസ് ബി എന്ന് പറയുന്നത് അതിൽ നിന്ന് മെസ്സേജ് സിഗ്നലിന്റെ കരിയർ ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഫൈനൽ പിക് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ലാസ്റ്റ് ഫൈനൽ എക്സ്പ്രഷനിൽ വരുന്ന ഓരോ ടേംസുകളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രാം മൈൻഡിൽ ഉണ്ടായിരിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. വി സി എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, എം വി സി ബൈ ടു എന്ന് പറയുന്നതാണ് അപ്പർ സൈഡ് ബാൻഡിന്റെയും എം വി സി ബൈ ടു എന്ന് പറയുന്നത് തന്നെയാണ് ലോവർ സൈഡ് ബാൻഡിന്റെയും. ഓക്കെ, ഇനി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു മോഡുലേറ്റഡ് സിഗ്നൽ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് കാണുന്നത് നമ്മൾ എങ്ങനെയാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസിന്ന് ലോവസ്റ്റ് ഫ്രീക്വൻസി കുറയ്ക്കുക. അപ്പൊ ഇവിടെ ഏതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? യു എസ് ബി. യു എസ് ബി മൈനസ് എൽ എസ് ബി. യു എസ് ബിയുടെ വാല്യൂ എത്രയായിരുന്നു? എഫ് സി മൈനസ് യു എസ് ബിയുടെ വാല്യൂ എത്രയാ? സോറി, എഫ് സി പ്ലസ് എഫ് എം. എൽ എസ് ബിയുടെ വാല്യൂ എത്രയാ? എഫ് സി മൈനസ് എഫ് എം. അവിടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ് എം. അപ്പം ബാൻഡ് വിഡ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ എന്താ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ക്ലിയർ ആവുമല്ലോ. എഫ് സി പ്ലസ് എഫ് എം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എഫ് സി പ്ലസ് എഫ് എം ആവും. എഫ് സിയും ക്യാൻസൽ ആയി പോകുമല്ലോ. പിന്നെന്താ കിട്ടുക? 2FM. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM-ന് ഈക്വൽ ആയിരിക്കും. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താവും? മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ഡബിളിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസിക്ക് ഡബിളിന് ഈക്വൽ ആയിരിക്കും, ടോയ്സ് ആയിരിക്കും. ടോയ്സ് ഓഫ് ദ bandwidth of the required amplitude modulation is twice as the frequency of a modulated signal. Modulated signalന്റെ ഫ്രീക്വൻസിക്ക് ടോയ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത് മറക്കരുത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആണ്. മൈൻഡിൽ ഉണ്ടാവണം, ഇത്രയെങ്കിലും മൈൻഡിൽ ഉണ്ടാവണം. യു എസ് ബി മൈനസ് എൽ എസ് ബി ആയിരിക്കും. ഹയസ്റ്റ് മൈനസ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ്. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ. പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെ ടേംസ് ആണ് പവറിന്റെ ഇക്വേഷനിൽ വരുന്നത്? പി സി. നമുക്ക് 3 ടേംസ് അല്ലേ ഉള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ 3 ടേംസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെ കാണണം? പവർ ഓഫ് ദ കരിയർ സിഗ്നൽ, പവർ ഓഫ് ദ എൽ എസ് ബി, പവർ ഓഫ് ദ യു എസ് ബി. അതിനെ സോൾവ് ചെയ്ത് വരുന്ന ലാസ്റ്റ് ആൻസർ ആണ് പി ടി സിക്കൽ ടു പി സി പ്ലസ് 1 പ്ലസ് എം സ്ക്വയർഡ് ബൈ 2. എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈ ചെയ്യുക 0 to 1 ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ പവറിന്റെ ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ പവർ എത്രയായിരിക്കും? എ എം മോഡുലേഷന്റെ പവർ എത്രയായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 സ്ക്വയർഡ്. മോഡുലേഷൻ ഇൻഡെക്സിന്റെ അവിടെ എന്ത് വരും? 1 വരും. 1 സ്ക്വയർഡ് എന്ന് പറയുന്നത് എത്രയാ? 1/2 പ്ലസ് 1 എത്ര വരും? PT is equal to 1.5 PC. PC എന്ന് പറയുന്നത് എന്താ? കരിയറിന്റെ പവർ, കരിയർ സിഗ്നലിന്റെ പവർ. എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് PT. 1 പ്ലസ് 1/2. 1 പ്ലസ് 1.5 PC-ക്ക് ഈക്വൽ ആയിരിക്കും ടോട്ടൽ പവർ എന്ന് പറയുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് മാക്സിമം ആണെങ്കിലും MCQല് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. PT മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് M ഈസിക്കൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പവർ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എത്രയായിരിക്കും? 1.5 PC-ക്ക് ഈക്വൽ ആയിരിക്കും. ഇക്വേഷൻസ് ഓർക്കുക. PT ഈസിക്കൽ ടു PC പ്ലസ് 1 പ്ലസ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കിക്കേ. A 220 volt carrier is modulated to depth of 50%. Calculate the total power. ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കിക്കേ. കരിയർ സിഗ്നലിന്റെ മോഡുലേറ്റഡ് തന്നിട്ടില്ലേ? 220 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. മോഡുലേറ്റ് ചെയ്തിരിക്കുന്ന എത്രത്തോളം പറഞ്ഞിരിക്കുന്നത്? ഡെപ്ത് എത്രത്തോളം പറഞ്ഞിരിക്കുന്നത്? 50%. അപ്പൊ നമുക്ക് അതിനെ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാലോ. 50 ഡിവൈഡഡ് ബൈ
100.5 മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സും കിട്ടി നമുക്ക്, കരിയർ ഫ്രീക്വൻസിയുടെ പവറും കിട്ടി. രണ്ട് തന്നിട്ടില്ലേ? കരിയറിന്റെ പവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. A 220 volt carrier is modulated to depth of 50%. മോഡുലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. പവർ കാൽക്കുലേറ്റ് ചെയ്യാലോ. PT യുടെ ഇക്വേഷൻ എന്താ? PT is equal to PC into 1 plus m square divided by 2. PC എന്ന് പറയുന്നത് 220 plus 1 plus 0.5 സ്ക്വയർ എടുക്കുക ഡിവൈഡഡ് ബൈ 2. ആൻസർ, ലാസ്റ്റ് ആൻസർ 247.5 വോൾട്ട് എന്ന് കിട്ടും. ടോട്ടൽ പവർ എന്ന് പറയുന്നത് 247.5 വോൾട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? ക്ലിയർ ആണോ ഈ പ്രോബ്ലം? നെക്സ്റ്റ് പ്രോബ്ലം നോക്കട്ടെ. ഓക്കെ, അടുത്തത് ഇത് നമുക്ക് PSC ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ് ഓഫ് AM വേവ് ഈസ്, അതായത് AM വേവിന്റെ സൈഡ് ബാൻഡ് എങ്ങനെയാണ്? നമ്മൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി FC എന്ന് പറഞ്ഞ് കരിയർ സിഗ്നലിനെ മാർക്ക് ചെയ്തു. ലോവർ സൈഡ് ബാൻഡിന്റെ അപ്പർ സൈഡ് ബാൻഡിന്റെ FC മൈനസ് FM എന്നും FC പ്ലസ് FM എന്ന് മാർക്ക് ചെയ്തു. അതിന്റെ ആംപ്ലിറ്റ്യൂഡുകൾ മാർക്ക് ചെയ്ത് ഓർക്കുന്നില്ലേ? MVC/2, MVC/2, കരിയർ ഫ്രീക്വൻസിയുടെ VC എന്ന്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈഡ് ബാൻഡ് ഓഫ് AM വേവ്, AM വേവിന്റെ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ്, ഇൻഡിപെൻഡന്റ് ഓഫ് കരിയർ ആംപ്ലിറ്റ്യൂഡ്. സി ഓപ്ഷൻ 1/2 into കരിയർ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ്. ഡി കരിയർ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ്. ഏതായിരിക്കും ആൻസർ? സി. കാരണം എന്താ? നോക്കിക്കേ, നമുക്കറിയാലോ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു കരിയർ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ 2. 1/2 ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു കരിയർ ആംപ്ലിറ്റ്യൂഡ്. അതല്ലേ ആൻസർ? ഓക്കെ, 1/2 ഇൻറ്റു കരിയർ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇതേ സമയത്ത് നമ്മളോട് ചോദിക്കുക, ഓക്കെ, കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ആൻസർ എന്തായിരിക്കും? VC. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ റിലേറ്റ് ചെയ്തിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇത്ര നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ മോഡുലേഷൻ ഇൻഡെക്സിനുള്ള ഇക്വേഷൻ പഠിച്ചു, ബാൻഡ് വിഡ്ത്ത്, പവർ, പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് 3 ടേംസ് ഉള്ള ഇക്വേഷൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 3 ടേംസില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അൺമോഡുലേറ്റഡ് ആയിട്ടുള്ള കരിയർ സിഗ്നല്, ലോവർ സൈഡ് ബാൻഡ് ഉണ്ടായിരുന്നു, അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിന്റെ ആംപ്ലിറ്റ്യൂഡുകൾ ഏതൊക്കെയാണെന്നോ മറക്കരുത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് VM ഡിവൈഡഡ് ബൈ VC. ഓക്കെ, ലാസ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ മൈൻഡിലേക്ക് കയറും. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഞാൻ പറഞ്ഞു എന്താണ്? കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ചെയ്യുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത്? മെസ്സേജ് സിഗ്നലിന്റെ അഥവാ ബേസ് ബാൻഡ് സിഗ്നലിന്റെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ എങ്ങനെയായിരിക്കും ഫ്രീക്വൻസി മോഡുലേഷൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് ഇതെല്ലാം ചെയ്യുന്നത് എന്താ? എനിക്ക് എന്റെ ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട്. മെസ്സേജ് സിഗ്നലിന് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയതുകൊണ്ട് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്ത് വിടണം. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ അതിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കപ്പോ ആഡ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ആഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ മോഡുലേഷൻ പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ മോഡുലേഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡില് കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ മെസ്സേജ് സിഗ്നൽ. അടുത്തതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത്? നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. ഫസ്റ്റ് ഡയഗ്രം കാണിക്കുന്നത് എന്താ? എന്റെ മെസ്സേജ് സിഗ്നൽ, അതായത് ഞാൻ പാസ് ചെയ്യുന്ന സിഗ്നൽ, ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽ. നോക്കിക്കേ, ഫ്രീക്വൻസി നോക്കിക്കേ, ലോ ഫ്രീക്വൻസി സിഗ്നൽ. അടുത്തത് എന്റെ കരിയർ ഫ്രീക്വൻസി സിഗ്നൽ, കുറച്ചുകൂടെ ഹൈ ഫ്രീക്വൻസീസ് ഉള്ള സിഗ്നൽ.
ഈ സിഗ്നലും കൂടെ ക്ലബ് ചെയ്ത് വേണം എനിക്ക് പാസ് ചെയ്യാൻ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. ഫ്രീക്വൻസി മോഡുലേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ടുള്ള എന്റെ സിഗ്നലിന്റെ ഡയഗ്രം നോക്കിക്കേ, തേർഡ് ഫിഗറിൽ കാണിക്കുന്നുണ്ടോ ഫ്രീക്വൻസി മോഡുലേറ്റഡ്. ഒന്നിപ്പോ കമ്പാരിസൺ നടത്തി നോക്കിക്കേ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയിരുന്നപ്പോ എങ്ങനെയാണ് സിഗ്നൽ വന്നത്, ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയപ്പോ എങ്ങനെയാണ് സിഗ്നൽ വന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് മുമ്പത്തെ പോലെ ഫസ്റ്റ് പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. എന്റെ മെസ്സേജ് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇവിടെ എങ്ങനെയാണ് എന്റെ കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസീസ് പോകുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ചസ് ഒന്നും വരികയില്ല. അതായത് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വരികയില്ല. നോക്കിക്കേ, അതിന് ഹൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? ഇല്ല. രണ്ടിലും മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ഹൈറ്റിൽ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ആകെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത്. ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് മോഡുലേറ്റഡ് സിഗ്നൽ നന്നായിട്ട് മോഡുലേറ്റഡ് ആയിട്ട് ഇത് പീക്കിൽ എത്തുമ്പോഴത്തേന് നോക്കിക്കേ, ഇവിടുന്ന് മോഡുലേഷൻ തുടങ്ങി, ഫ്രീക്വൻസി മോഡുലേഷൻ തുടങ്ങി. ഇവിടെ മെസ്സേജ് സിഗ്നലിന്റെ ഇവിടെ പീക്കിൽ എത്തിയപ്പോഴത്തേന് എന്തായി? ഫ്രീക്വൻസീസ് കുറച്ചും കൂടെ അടുത്തടുത്തായി. അതിനുശേഷം സ്ലോ ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എത്തിയപ്പോഴത്തേന് ഫ്രീക്വൻസീസ് എന്താ കുറഞ്ഞു വന്നില്ലേ? ഇവിടെ എത്രയായി? കുറഞ്ഞു വന്നു. ഡിസ്റ്റൻസ് കണ്ടോ? ഫ്രീക്വൻസീസ് കുറഞ്ഞു വന്നു. ഇവിടെ കുറച്ചുകൂടെ അടുത്തടുത്ത് ഫ്രീക്വൻസിയിൽ പോകുന്നില്ലായിരുന്നു. ഇവിടെ നോക്കി കുറഞ്ഞു വന്നു. ഇവിടെയോ അടുത്ത പോസിറ്റീവ് ആയപ്പോൾ വീണ്ടും ഇതായി. പീക്ക് എത്തിയപ്പോഴത്തേന് എന്തായി? കുറച്ചും കൂടെ അടുത്തടുത്ത് ഫ്രീക്വൻസീസ് വന്നു. അതായത് ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത്. കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യുന്നു. എന്തിനെ ബേസ് ചെയ്തിട്ട്? മെസ്സേജ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ യാതൊരുവിധ ചേഞ്ചും, മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല. പക്ഷെ അപ്പുറത്ത് അങ്ങനെയായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡിൽ ഒരുവിധ ചേഞ്ചസും വരുന്നില്ല. ഓക്കെ, പക്ഷെ നേരത്തെ ഫ്രീക്വൻസിയിലും ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പർ ഫ്രീക്വൻസി ബാൻഡും ലോവർ ഫ്രീക്വൻസി ബാൻഡും പറയില്ലായിരുന്നു. അതിന് ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഫ്രീക്വൻസിയിലല്ല ചേഞ്ച് വരുന്നത്. നമ്മുടെ മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലില്, അതായത് ഇതാണോ ഡൗട്ട് വന്നിരിക്കുന്നത്? ഇങ്ങനെ വന്നോണ്ടാണോ ഡൗട്ട് വന്നിരിക്കുന്നത്? നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡിൽ ഓക്കെ, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതല്ലേ ചോദിച്ചത്? അതെ. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ ഫ്രീക്വൻസീസ് നമ്മൾ മാർക്ക് ചെയ്യുക, ഫ്രീക്വൻസി സ്പെക്ട്രം എടുക്കുകയാണ് ചെയ്തത്. ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരിയർ ഫ്രീക്വൻസിയുടെ സ്പെക്ട്രം ആണ് എടുത്തിരിക്കുന്നത്. നോക്കി, കരിയർ ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകുന്നില്ല. ഇതിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് വരുന്നത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് ഈ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ നമ്മള് ഹൈ ലോ ആയിട്ട് വരച്ചിട്ടുണ്ടല്ലോ. നോക്കിക്കേ, ഹൈ ലോ ആയിട്ട് വരച്ചിട്ടില്ലേ? ഈ ഹൈറ്റ്, അതായത് ഈ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കരിയർ ഫ്രീക്വൻസിയുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. അതായത് ഇതിന്റെ മോഡുലേഷൻ പോകുന്നത് എങ്ങനെയാണ്? ആംപ്ലിറ്റ്യൂഡിലല്ലേ മോഡുലേഷൻ പോകുന്നത്. നോക്കിക്കേ, ചേഞ്ച് വരുന്നത് ഈ കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിലാണ്, ഹൈറ്റിലാണ് വേരിയേഷൻസ് വരുന്നത്. അല്ലാതെ അതിന്റെ ഫ്രീക്വൻസിയിലല്ല, എത്രത്തോളം പോയി എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ ഫ്രീക്വൻസിയിൽ വരുമ്പോഴത്തേന് ഫ്രീക്വൻസിക്കാണ് ചേഞ്ച് വരുന്നത്. എത്രത്തോളം ഇതുണ്ടോ? ഫ്രീക്വൻസി കുറഞ്ഞും കൂടിയാണ് വരുന്നത്. ക്ലിയർ ആയോ? നമ്മൾ കരിയർ ഫ്രീക്വൻസി ക്ലിയർ ആയില്ല, ഒന്നും കൂടെ ഒന്ന് പറയൂ. അല്ല, മോഡുലേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ മോഡുലേറ്റഡ് സിസ്റ്റം ഉണ്ടല്ലോ. ആ മോഡുലേറ്റഡ് സിസ്റ്റമിന്റെ ഫ്രീക്വൻസി ത്രൂ ഔട്ട് സെയിം ആണല്ലോ, ഒരേ ഡിസ്റ്റൻസ് ആണല്ലോ, രണ്ട് വേവ്സ് അല്ലെങ്കിൽ ഒരു വേവ്സ് എല്ലാം അടുത്തടുത്തിരിക്കുകയാണ്. ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ല, ആംപ്ലിറ്റ്യൂഡിൽ, അതായത് ഹൈറ്റിലാണ്. ആംപ്ലിറ്റ്യൂഡിലെ ഹൈറ്റ് ഡിഫറൻസ് ആണ് കാണിച്ചത്. പക്ഷേ മോഡുലേറ്റഡ് സിഗ്നലിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്തുവാണ്? ഇപ്പൊ ഇതിന് ഫ്രീക്വൻസി വേരിയേഷൻ കാണിച്ചില്ലേ, അടുത്ത് വരുന്നു കൂടി വരുന്നു, അതുപോലെ അതിനകത്ത് വേരിയേഷൻ കാണാൻ പറ്റുമോ? ഈ FC+F ബാൻഡ് വിഡ്ത്ത് ആ ഫിഗറിനകത്ത് എങ്ങനെ വരുമെന്ന് മനസ്സിലായത്? മോഡുലേറ്റഡ്
ആ മോഡുലേറ്റഡ് സിഗ്നലിന്റെ പടവില്ലേ ആ. ഫിഗർ, ആ. അതിനകത്ത് ആ ബാൻഡ് വിഡ്ത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതില് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതെന്ന് പറയുന്നത് എന്താണ്? മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന സിഗ്നൽസ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയായിരിക്കും വരിക? ഈ ഹൈ ടു ലോ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. കാണുന്നുണ്ടോ? ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ഈ ഒരു പീക്കിൽ വരുന്നതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇതെന്ന് പറയുന്നതായിരിക്കും മിനിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മാക്സിമം ടു മിനിമം ആണല്ലോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതാണ് 2FM എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് എന്റെ മുന്നിൽ വരുന്നത്, പക്ഷെ അതില് ഫ്രീക്വൻസി ബാൻഡ് എന്നാണ് കാണിച്ചത്. അത് ഡൗട്ട് ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എടുത്തിരിക്കുന്നത് എന്തിനെയാണ്? ഫ്രീക്വൻസി സ്പെക്ട്രം ആണ്. എന്തിന്റെ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എങ്ങനെയാണ് നമ്മൾ അത് വരച്ചെടുക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. എപ്പൊ വരുമ്പോ മെസ്സേജ് സിഗ്നലിന് എത്രത്തോളം ആയിരിക്കും ലോവർ സൈഡ് ബാൻഡ് മാർക്ക് ചെയ്യുക, എത്രത്തോളം ഇതിലായിരിക്കും നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന്റെ ലോവറും അപ്പറും എത്രത്തോളമാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വാല്യൂ വേണമല്ലോ അതിന്, എത്രത്തോളം, അല്ലെങ്കിൽ നമുക്കൊരു ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. ഫ്രീക്വൻസി മോഡുലേഷൻ ഒന്നും കൂടെ നോക്കിക്കേ. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ തന്നെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരുമെന്ന്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാകുമ്പോൾ കുറച്ചും കൂടെ ഫ്രീക്വൻസീസ്, ഓക്കെ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാകുമ്പോൾ കുറച്ച് ഫ്രീക്വൻസീസേ ഉള്ളൂ. പിന്നെ വീണ്ടും പോസിറ്റീവായി നെഗറ്റീവായി. എങ്ങനെയാണ്? കരിയർ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മോഡുലേഷൻ മെസ്സേജ് സിഗ്നലിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് മോഡുലേഷൻ നടക്കുന്നത്. എങ്ങനെയുള്ള മോഡുലേഷൻ? ഫ്രീക്വൻസി മോഡുലേഷൻ. എന്തിലാണ് ചേഞ്ച് വരുന്നത്? ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻഡെക്സിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ del f ഡിവൈഡഡ് ബൈ FM. നോക്കിക്കേ, ടേംസ് എന്തൊക്കെയാ നോക്കിക്കേ. മോഡുലേഷൻ ഇൻഡെക്സ് എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് del f. അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കരിയർ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, മോഡുലേറ്റഡ് സിഗ്നൽ കാരണം എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതിനാണ് del f എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മോഡുലേറ്റിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസി FM എത്രയാണോ അതിന് രണ്ടിന്റെയും കൂടെ റേഷ്യോ ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക, del f ഡിവൈഡഡ് ബൈ FM. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് നോക്കിക്കേ. 1000 MHz carrier wave is frequency modulated by 10 kHz sinusoidal modulating signal. If the maximum frequency deviation is 50 kHz, find the modulation index. നമുക്കറിയാം ഇവിടെ എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞു. അങ്ങനെയാകുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് ഏതിന്റെയാണ്? ഫ്രീക്വൻസി മോഡുലേഷന്റെ. ഫ്രീക്വൻസി മോഡുലേഷൻ del f ഡിവൈഡഡ് ബൈ FM. del f എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രീക്വൻസി ഡീവിയേഷൻ. ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 50 തന്നിട്ടുണ്ടല്ലോ, 50 kHz തന്നിട്ടുണ്ട്. ഓക്കെ, മോഡുലേറ്റഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ 10 kHz. കരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ 100 MHz. നമുക്ക് പക്ഷെ കരിയർ ഫ്രീക്വൻസിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇക്വേഷനിൽ del f ഡിവൈഡഡ് ബൈ FM ഡയറക്റ്റ് കിലോഹെർട്സ് ആയതുകൊണ്ട് into 10⁻³ ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ല തന്നെ ഡയറക്റ്റ് ചെയ്യാം. 50 ഡിവൈഡ് ബൈ 10 ആൻസർ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഏതിന്റെ? മോഡുലേറ്റഡ് ഫ്രീക്വൻസിയുടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, amplitude of a carrier wave is varied accordance with the intelligence to be transmitted if the frequency and phase of the carrier unchanged. Okay, second option എന്ന് പറയുന്നത് എന്താണ്? The amplitude of a carrier wave is kept constant. Third option എന്ന് പറയുന്നത് frequency of a carrier wave is varied. None of this. ഏതായിരിക്കും ഓപ്ഷൻ? ആൻസർ ഏതായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ചേഞ്ചസ് എവിടേക്ക് വരിക?
ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് ചേഞ്ചസ് വരിക. ഫ്രീക്വൻസി ഫേസ് എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ദ മോഡുലേഷൻ ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ -1 to 1. 0 to 1. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. 0 to 1. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ 1-2 ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് പറയുകയാണ്. ഇൻ കേസ് വേറെ ഏതെങ്കിലും തരത്തിൽ പ്രോബ്ലം, ഇനി ഇത് റിലേറ്റീവ് ഒരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്ന ഏതാണ്? ഒന്നെങ്കിൽ നിങ്ങൾ പറയാ VM ഡിവൈഡ് ബൈ VC. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, EM ഡിവൈഡ് ബൈ EC എന്ന് പറയും. M is equal to EM ഡിവൈഡ് ബൈ EC. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ബേസിസിലാണ്? മെസ്സേജ് സിഗ്നലിന്റെയും കരിയർ സിഗ്നലിന്റെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ? ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ EC/EM എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Emax പ്ലസ് Eminimum ഡിവൈഡഡ് ബൈ 2 Emax ഡിവൈഡഡ് ബൈ Eminimum ബൈ 2 ഈക്വൽ ആണ്. അതായത് മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? Emax ബൈ Eminimum കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് Emax പ്ലസ് Eminimum ബൈ 2 ഈക്വൽ ആണ്. അപ്പം M എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മാക്സിമവും മിനിമവും ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാം, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെന്റ് ഓഫ് AM wave is ആൻസർ 2FM 2FC 20FM FC പ്ലസ് FM. AM മോഡിലെ AM വേവിന്റെ ബാൻഡ്വിഡ്ത്ത് എത്ര ബാൻഡ്വിഡ്ത്ത് വേണം? മറന്നുപോയോ? 2FM. മറന്നുപോയോ? നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത് അപ്പർ USB മൈനസ് LSB കാൽക്കുലേറ്റ് ചെയ്ത് 2FM കണ്ടുപിടിച്ചത് മറന്നുപോയല്ലോ കേട്ടോ. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇൻ TV വീഡിയോ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, either amplitude or frequency modulation, neither amplitude nor frequency modulation. ആൻസർ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, TV വീഡിയോ സിഗ്നൽസ് മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓഡിയോ പറഞ്ഞിട്ടില്ല. ഓഡിയോ വരുമ്പോഴല്ലേ ഫ്രീക്വൻസിയുടെ കാര്യം വരിക. വീഡിയോ ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓഡിയോ വരുമ്പോഴത്തേന് ഇപ്പം ഇൻ കേസ് ചോദിക്കുക, ഇൻ TV ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇൻ TV സിഗ്നൽ ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എന്ത് പറയാം? AM ആൻഡ് FM മോഡുലേഷൻസ്. ഇവിടെ വീഡിയോ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. AM വീഡിയോ ആകും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഇൻ കേസ് വീഡിയോ ഇല്ല, ഓഡിയോ സിഗ്നൽസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രോബ്ലം ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. ബാൻഡ്വിഡ്ത്ത് occupied by 100 MHz of carrier AM modulated by the signal frequency of 10 kHz. ഒന്ന് ആൻസർ പറഞ്ഞേ. ബാൻഡ്വിഡ്ത്ത് എത്രയാണ്? ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? 2FM. അപ്പൊ FM ഇവിടെ തന്നിട്ടില്ലേ? എത്രയാ തന്നിരിക്കുന്നേ? മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി 20 kHz. കറക്റ്റ് ആണ്. അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പൊ അതൊക്കെ ടെൻഷൻ ഉണ്ട്. അതിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടായിരുന്നോ എന്ന് നോക്കില്ല. നമുക്ക് നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം 2FM. ഇവിടെ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10 kHz. അപ്പൊ 2 × 10 20 kHz. ആൻസർ 20 kHz. ഓക്കെ, bandwidth occupied by the 100 MHz carrier AM modulated by the signal frequency is 10 kHz. Okay, 20 kHz answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the carrier frequency in an AM wave? Well, its highest frequency component is 850 Hz. Bandwidth of the signal is 50 Hz. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കരിയർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചോ. വാട്ട് ഈസ് ദ കരിയർ ഫ്രീക്വൻസി ഇൻ AM വേവ്? AM വേവിലെ കരിയർ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് തന്നിട്ടുണ്ട് 850 kHz ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിന്റെ സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ എന്ന് പറയുന്നത് 50 ആണ്. ബാൻഡ് വിഡ്ത്ത് 50 ആണ് തന്നിട്ടുണ്ട്. ഹയസ്റ്റ് കമ്പോണന്റ് 850 ആണ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളോട് കരിയർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇപ്പൊ നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 850 ആണ്. ബാൻഡ് വിഡ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എന്താ, ഫ്രീക്വൻസി കരിയർ ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. FC ആണ് കണ്ടുപിടിക്കുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി, ലോവസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ് തന്നിട്ടുണ്ട്? 850 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ആണ്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട്. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ എത്രയാണ് ഇതിന് കറക്റ്റ് സെന്ററിൽ വരുന്ന വാല്യൂ കിട്ടുമല്ലോ. ഓക്കെ, 25 കിട്ടും. അതേ മൈനസ് 850 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കരിയർ ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് കൂടാതെ ഞാൻ ഒരു ഇക്വേഷൻ കൂടെ കാണിച്ചിട്ടുണ്ട്. ഇൻ കേസ് ലോ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഹൈ ഫ്രീക്വൻസി മൈനസ് ലോ ഫ്രീക്വൻസി. ബാൻഡ് വിഡ്ത്ത് 15 തന്നിട്ടുണ്ട്. 850 മൈനസ് ലോ. അപ്പൊ ലോ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് 850 മൈനസ് 50 800 ഹെർട്സ്. 800 ഹെർട്സ്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? കരിയർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ലോ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോ പ്ലസ് ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. ഇനി ഹൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ 800 പ്ലസ് 50 ബൈ 2 825. ആൻസർ 825 ഹെർട്സ്. ക്ലിയർ ആയോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കരിയർ ഫ്രീക്വൻസി ആണ്. കരിയർ ഫ്രീക്വൻസിയുടെ FC ആണ് കണ്ടുപിടിക്കുന്നത്. FC കണ്ടുപിടിക്കാൻ FH തന്നിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്തും തന്നിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം FC FH തമ്മിൽ കുറച്ചിട്ട് either ഡിവൈഡഡ് ബൈ 2 ആണെന്നറിയാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടൂലോ, സെന്ററിലുള്ള വാല്യൂ കിട്ടൂലോ. അപ്പൊ നമുക്ക് അതേ കുറച്ച് കഴിഞ്ഞാൽ മതിയല്ലോ. FC = 850 മൈനസ് 25 825. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായിച്ചു നോക്കിയേ. For an AM wave, maximum voltage found to be 10 volt. മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. മിനിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. ഇതാണ് ഞാൻ അന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ പറഞ്ഞത്. മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻസിൽ ഉള്ള വാല്യൂസ് അല്ല തന്നിരിക്കുന്നെങ്കിൽ, മാക്സിമം മിനിമം തന്നിരിക്കുന്നെങ്കിൽ Emax ഡിവൈഡഡ് ബൈ ഇ മിനിമം ഡിവൈഡഡ് ബൈ Emax പ്ലസ് ഇ മിനിമം ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര മാക്സിമം എത്രയാണ് തന്നിരിക്കുന്നത്? 10 വോൾട്ട്. 10 വോൾട്ട് മൈനസ് 5 വോൾട്ട്. Emax എന്ന് പറയുന്നത് 10 പ്ലസ് 5 ഡിവൈഡഡ് ബൈ, അപ്പൊ 5 ഡിവൈഡ് ബൈ 15.33. മോഡുലേഷൻ ഇൻഡെക്സ് AM വേവിന്റെ ആകുമ്പോൾ 0 to 1 ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ ആൻസർ? ഓക്കെ, ഇക്വേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഡെറിവേഷൻസ് നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ ഡെറിവേഷൻസ് നമുക്ക് വേണ്ട. എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരുള്ളൂ. നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് തന്നെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അന്നേരം പഠിപ്പിച്ചപ്പോ പറഞ്ഞതാണ്. പിന്നെ AM സിഗ്നൽ when the modulation index is 1. മോഡുലേഷൻ ഇൻഡെക്സ് എത്രയാണ് തന്നിട്ടുണ്ട്? AM വേവിന്റെ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? PT = PC × 1 + m²/2. m എന്ന് പറയുന്നത് എത്രയാണ്? മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് ഇവിടെ എത്രയാന്ന് തന്നിട്ടുണ്ട്? 1 ആണ് തന്നിട്ടുണ്ട്. മാക്സിമം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സ് 1 ആവുമ്പോൾ മാക്സിമം ആകുമ്പോൾ പവർ എത്രയാണ്? 1 + 1² എന്ന് പറയുന്നത് 1 തന്നെ. 1 ഡിവൈഡഡ് ബൈ 2. 1/2 എന്ന് പറയുന്നത് 0.5. അപ്പൊ എത്ര കിട്ടും? PC × 3/2. 3/2 എന്ന് പറയുന്നത് എത്രയാ? 1/2. അതായത് 1.5 1.5 PC-ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ B 1.5 PC. ക്ലിയർ ആയോ? ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ച് മൈൻഡിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഡെറിവേഷൻ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഈ പ്രോബ്ലം കഴിഞ്ഞ ശേഷം ഡെറിവേഷനും കൂടെ അറ്റാച്ച് ചെയ്താക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ട്, മൈൻഡിലേക്ക് കയറിയിട്ടില്ല, ഡയറക്റ്റ് ഇക്വേഷൻ വന്നിട്ട് മൈൻഡിലേക്ക് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷൻ കൂടെ ഒന്ന് നോക്കുക. കുറച്ച് സിമ്പിൾ ആണ്, കുറച്ച് വലിയ ഒരു ഇക്വേഷൻ പോലെ വരിക. അപ്പം
നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാത്തത്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയുള്ള പ്രോബ്ലംസ് ചോദിക്കുകയുള്ളൂ. അപ്പൊ ഇക്വേഷൻസ് നോക്കിയാൽ മതി. ആകെ ഒരു ഈ ഇക്വേഷൻ വരുന്ന ഡെറിവേഷൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക, വേണ്ടവരൊന്ന് നോക്കുക. അല്ലാത്തൊരു ഇക്വേഷൻ ഏതായാലും നമ്മൾ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കണം. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് എങ്ങനെ വാല്യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓരോന്നും എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് നമുക്കിവിടെ സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം, വായിച്ച ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ നോക്കാവുള്ളൂ. തെറ്റിപ്പോകുന്നത്. ക്ലാസ്സിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കുക, മൊത്തത്തിലൊന്ന് നോക്കുക. നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയുക, അടുത്ത ക്ലാസ്സിലേക്ക് പറയുക.